മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിയ അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, സൂം എന്ന പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുമ്പോൾ അധ്യാപകരും കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് അലങ്കോലങ്ങളാണ് പല സൂം ക്ലാസ്സസിലും നടക്കുന്നത്. എങ്ങനെയാണ് ഇത് സൂമിനെ മാനേജ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് അധ്യാപകർ ഇത് മനസ്സിലാക്കിയിരിക്കണം, കുഞ്ഞുങ്ങളും ഇത് കണ്ട് മനസ്സിലാക്കുക. എൻജോയ് ദ വീഡിയോ. ഇതാണല്ലോ സൂം എന്ന ആപ്ലിക്കേഷൻ. തുറക്കുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ്. ഏറ്റവും ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ടത്, നമ്മൾ സൂം എന്ന ആപ്ലിക്കേഷനിൽ തുടങ്ങുമ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഇമെയിൽ ID വെച്ചോ നമ്മുടെ ഫോൺ നമ്പറോ വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിക്കായിട്ടുള്ള നിങ്ങളുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ എക്കണോമിക്സ് ടീച്ചർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്കണോമിക്സ് ടീച്ചർ ആകാം. നിങ്ങളുടെ സെറ്റിങ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത് കാര്യങ്ങൾ ചെയ്ത് ആദ്യം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം 4 ബട്ടൺസാണ് കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ന്യൂ മീറ്റിംഗ്, ജോയിൻ, ഷെഡ്യൂൾ ആൻഡ് സ്ക്രീൻ ഷെയർ. ഈ സാധനം നമുക്ക് ആദ്യം കാണാൻ പറ്റും. ന്യൂ മീറ്റിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഷെഡ്യൂൾ ചെയ്തൊരു മീറ്റിംഗ്, സാധാരണ ടീച്ചേഴ്സൊക്കെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് ടൈമും മറ്റു കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ഏത് തരത്തിൽ കയറണം, വെയിറ്റിംഗ് റൂമിലിരിക്കണോ, അതോ മീറ്റിംഗ് ID എന്തായിരിക്കണം, പാസ്വേഡ്, സിമ്പിളായിട്ടുള്ള പാസ്വേഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് അതിനെ നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിവേ, ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ ഇൻ്റർഫേസിൽ 2-3 കാര്യങ്ങൾ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഇതിന് ചാറ്റിൻ്റെ ഡിസേബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മീറ്റിംഗ്, നിങ്ങളുടെ ID എന്താണ്, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ മീറ്റിംഗ് കാണാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സൂം എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കണം. ചെക്ക് ഫോർ അപ്ഡേറ്റ്സ്. അത് ഇടയ്ക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹാങ്ങിങ് മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാവുന്നത് സർവ്വസാധാരണമായിട്ട് ഞാൻ കാണാറുള്ള ഒരു കാര്യമാണ്. മൊബൈലിനകത്താണെങ്കിൽ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി അത് തീർച്ചയായിട്ടും അപ്ഡേഷൻ ചെയ്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞാനൊരു ന്യൂ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ആദ്യം ഞാൻ പറയേണ്ടത്. ഇതാണ് മീറ്റിങ്ങിൽ ലിങ്ക്. നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക് എന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് ഏത് ഇപ്പോൾ വാട്സപ്പിനകത്ത് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് കൊണ്ട് അയക്കാവുന്നതാണ്. ഞാനൊന്ന് വാട്സപ്പിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുമ്പം ആ ലിങ്ക് കിട്ടുന്നതാണ്. ആ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ്. നിങ്ങൾക്ക് മെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യാം. ഏത് സോഷ്യൽ മീഡിയ സൈറ്റിൽ കൊണ്ടുവന്ന് അത് സെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആക്കാവുന്നതാണ്. ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ആരൊക്കെയാണ് ഈ മീറ്റിംഗ് സംസാരിക്കേണ്ടത്, അതിൻ്റെ ഓഡിയോ വീഡിയോ ഡിസബിലിറ്റി ആദ്യം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. പിന്നെ പാർട്ടിസിപ്പൻസ് കയറുമ്പോൾ തന്നെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയും വെയിറ്റിംഗ് റൂമിൽ ആരെല്ലാം ഉണ്ടെന്നതിനെ പറ്റിയും, നിങ്ങൾക്ക് വെയിറ്റിംഗ് റൂമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 2 ഓപ്ഷൻസ് ഉണ്ട്. വെയിറ്റിംഗ് റൂമിൽ ഉള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മീറ്റിങ്ങിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. അതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം വെയിറ്റിംഗ് റൂമിലുള്ള ഒരാൾക്ക് മെസ്സേജ് അയച്ചു. പിന്നെ മീറ്റിങ്ങിനകത്ത് കയറിയ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനാണിത്. അപ്പം അങ്ങനെ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഏത് സാധനവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഫയൽസ് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിൽ നിന്ന് ഫയൽസ് എടുത്ത് അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിറ്റ് ചെയ്യുക. അഡ്മിറ്റ് ചെയ്യുമ്പം അഡ്മിറ്റ് നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അറിയാത്ത ആളാണെങ്കിൽ, മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ആളാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ നേരെ മീറ്റിങ്ങിനകത്ത് വരും. ഇപ്പോൾ ഞാൻ മീറ്റിങ്ങിനകത്ത് വരും. മീറ്റിംഗ് വരുമ്പോൾ അവരെ മ്യൂട്ടോൾ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിസിപ്പൻസിനെ മ്യൂട്ട് ചെയ്യുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അവർക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാത്രമേ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും.
ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തതിന് ഓപ്ഷൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. എല്ലാവരും കൂടെ സംസാരിച്ച് ഒരു നല്ല കട്ട അലമ്പാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ സംസാരിക്കുക. അവസാനം 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കുഞ്ഞുങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒരാളെ ചോദിച്ചിട്ട് അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരാളിനോട് ഇതാണ് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ചാറ്റ്, അവരെ ഹോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവരെ വെയിറ്റിംഗ് റൂമിലോട്ട് മാറ്റാം. അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ചാറ്റിനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ടല്ലോ, അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അരുതാത്ത ചാറ്റിങ്സിലൊക്കെ ഒരുപാട് ക്ലാസ് നടക്കുമ്പോൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പാർട്ടിസിപ്പൻസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടിസിപ്പൻസ് പ്രധാനമായിട്ടും മ്യൂട്ട് ഓൾ ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് ഒരുപാട് ഓപ്ഷൻസ് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അവർ കയറി വരുമ്പോൾ തന്നെ അവർ മ്യൂട്ടായി കിടക്കണം. അവർക്ക് തന്നെ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ, അവർക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ഡിസേബിൾ ചെയ്യുകയോ എനേബിൾ ചെയ്യുകയോ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ടിക്ക് ചെയ്യുകയാണെങ്കിലോ അൺടിക്ക് ചെയ്യുകയാണെങ്കിലോ അത് മാറി വരും. നമുക്കത് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താമാണ്. നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് പ്രോപ്പറായിട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അത് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യിപ്പിക്കുന്നതിന് ആ ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഒരുപാട് കാര്യങ്ങൾ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമ്മുടെ മൈക്ക്, നമ്മുടെ വീഡിയോ, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലരാണെങ്കിൽ നമ്മുടെ വീഡിയോ പലപ്പോഴും ഓഫായിരിക്കും, ഓഡിയോ ഓഫാക്കി മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഓഡിയോയും വീഡിയോയും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇനി നമുക്ക് ചാറ്റിലോട്ട് പോകാം. ചാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കിടപ്പുണ്ട്. ചാറ്റ് ആർക്കൊക്കെ ചെയ്യാം? നോ വൺ, ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഹോസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ടിസിപ്പൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ഒരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പാർട്ടിസിപ്പൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ അവിടെ കുഞ്ഞുങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളറിയത്തില്ല. അവർക്ക് പേഴ്സണലി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം വേണമെങ്കിൽ നമ്മൾ ഡിസ്കഷൻ്റെ ടൈമിലോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് എല്ലാവർക്കും, അല്ലെങ്കിൽ ഹോസ്റ്റിന് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ചാറ്റ് ചെയ്യാനുള്ള സമയമോ വേണമെങ്കിൽ നിശ്ചിത സമയം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതും നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴും അൺമ്യൂട്ട് ചെയ്യാതെ ഇതുപോലുള്ള റിയാക്ഷൻസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം വേണമെങ്കിൽ യെസ് റിയാക്ഷൻ നമുക്ക് ഒരു തംസ് അപ്പ് ഉപയോഗിക്കുക. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ റെയ്സ് ഹാൻഡ്സ് എന്നുള്ള ആ ഓപ്ഷൻ ഉപയോഗിക്കുക. എന്നിട്ട് അവരെ മാത്രം നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ തരത്തിൽ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ഓപ്ഷനാണ് ഷെയറിങ് ഓപ്ഷൻ. ഇതൊരു അനന്ത സാധ്യതയാണ്. ടീച്ചിങ്ങിൻ്റെ അനന്ത സാധ്യതയാണ് സ്ക്രീൻ ഷെയറിങ് എന്ന് പറയുന്നത്. അത് പല അധ്യാപകരും നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ കമ്പ്യൂട്ടർ മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഈവൻ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഇതൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാണ്. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഒരു വീഡിയോ ഷെയർ ചെയ്യാം, നമുക്ക് വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം, ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയി ഗൂഗിളിൽ പോയി അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയറിങ്ങിന് ഭയങ്കര സാധ്യതയുണ്ട്. എന്നാൽ ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അനോട്ടേഷൻ എന്ന് പറയുന്ന സാധനം ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതുപോലെ പേനയൊക്കെ എടുത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ എഴുതിക്കൊണ്ടിരിക്കും. അനോട്ടേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കരുത്, ഡിസേബിൾ ആക്കിയിടുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ അനോട്ടേഷൻസ് ഓഫ് ആക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത്. മുതിർന്ന കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾ വളരെയധികം അനോട്ടേഷൻസ് കുത്തി വരാ ചുമ്മാ കൈ കുരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അനോട്ടേഷൻ ഡിസേബിൾ ചെയ്തിടുന്നതാണ് നല്ലത്. പക്ഷേ എന്നാൽ അവർക്ക് അത് വരയ്ക്കാനും ഒരു ബോർഡ് ഷെയർ ചെയ്യുമ്പം കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അവർ ചെയ്യട്ടെ, അവർക്ക് അതിനുള്ള സമയം നമുക്ക് കൊടുക്കാം. എന്നാൽ നമ്മൾ ഒന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അനോട്ടേഷൻ ഓഫാക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സ്ക്രീൻ ഷെയറിൻ്റെ ബോർഡ് ഞാൻ കാണിക്കാം.
വൈറ്റ് ബോർഡ് വൈറ്റ് ബോർഡ് കുഞ്ഞുങ്ങളെ കൊണ്ട് വൈറ്റ് ബോർഡിൽ എഴുതിപ്പിക്കുക. അനോട്ടേഷൻസ് അവർ അന്നേരം എഴുതുകയും വരയ്ക്കുകയും വേണേൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ആ സമയത്ത് ചെയ്യുക. പ്രത്യേക സമയം അതിനുവേണ്ടി തയ്യാറാക്കുക. കുഞ്ഞുങ്ങൾക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അല്ലെങ്കിൽ വൺ മാൻ ഷോ മാത്രമായി പോവും. ഇതുപോലെ വരയ്ക്കാനും എഴുതാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല സാധ്യതയാണ്. സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ഓൺലൈൻ പഠനത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ അനോട്ടേഷൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വൈറ്റ് ബോർഡ് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് പറയേണ്ടതും എഴുതി കാണിക്കേണ്ടതും എല്ലാം നമുക്ക് എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോയിങ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഈ സാധ്യതകളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഡ്രോയിങ്സ് എഴുതാനും വരയ്ക്കാനും ക്രിയേറ്റീവായിട്ട് ക്ലാസ്സുകൾ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അതാണ് വൈറ്റ് ബോർഡിൻ്റെ ഓപ്ഷൻ. കൂടാതെ നമുക്ക് ഞാൻ ഒന്നുകൂടെ എഴുതി വരച്ച് കാണിക്കാം. വേറെ ഒരു സാധനം, നമ്മൾ എഴുതുന്ന ഓരോ ഫോണ്ടും ഇപ്പോൾ 5 എഴുതി 6 എഴുതി 1 അതിനെയൊക്കെ ഓരോന്നിനെയും നമുക്ക് എടുത്ത് വേണമെങ്കിൽ പലയിടത്തും കൊണ്ട് മാറ്റി വെക്കാം. ഇങ്ങനെ എടുത്ത് 2 എടുക്കാമെങ്കിൽ 1 എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. 2 എടുത്ത് അടുത്ത് വേറെടുത്ത് മാറ്റി വെക്കാം. അത്തരത്തിൽ നമുക്ക് ഏത് സാധനവും ഇതിനകത്തൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ എഴുതേണ്ടത് എഴുതാം. അങ്ങനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഫുള്ള് ക്ലിയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് കുഞ്ഞുങ്ങളുടെ ഡ്രോയിങ്സ് മാത്രം ക്ലിയർ ചെയ്യണമെങ്കിലോ അങ്ങനെ എന്ത് നമുക്ക് ക്ലിയർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ഈ സൂം പ്ലാറ്റ്ഫോമിൽ. അത് ഈ വൈറ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. മറ്റൊരുപാട് ഓപ്ഷൻസ് കാണാം. നമുക്ക് ഇൻ്റർനെറ്റ് മറ്റു കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സൗണ്ട് ഷെയർ ചെയ്യാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കൊരു പാട്ടോ അല്ലെങ്കിൽ ഒരു റൈംസ് പഠിപ്പിക്കണം വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു റൈംസ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ സോങ് നമുക്ക് വേണമെങ്കിൽ കേൾപ്പിക്കാം. ഞാനൊരു സോങ്ങാണ്. ഈ സോങ് ഞാനത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ടീച്ചറിന് അത് വന്ന് ഞാൻ ഓണാക്കിയിട്ടില്ല സൗണ്ട്. പക്ഷേ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് സൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് സൗണ്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഫയൽസ് എടുത്ത് ഓണാക്കുകയാണെങ്കിൽ ആ വീഡിയോ നമുക്ക് ഓപ്പണാക്കി കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റും. ഇതൊരു സോങ്ങാണ്. ഈ സോങ് പലതരത്തിൽ ഓണാക്കുകയാണെങ്കിൽ അപ്പുറത്ത് കുഞ്ഞുങ്ങളുടെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഈ പ്ലെയർ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയൊന്നും കാണത്തില്ല. പ്ലെയർ മാത്രമായിട്ട് കണ്ട് ഫുള്ള് അവർക്ക് വീഡിയോ നന്നായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ലൊരു സാധ്യതയാണ്. വീഡിയോ ഷെയർ ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. മറ്റൊരു സാധ്യതയാണ് ക്യാമറാസ്. ഫ്രണ്ട് ക്യാമറ വേണമെങ്കിൽ ബാക്ക് ക്യാമറ വേണമെങ്കിൽ ഇപ്പം നമ്മളൊരു ട്രൈപോഡ് വെച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് ക്യാമറ സമയത്ത് തന്നെ ബാക്ക് ക്യാമറയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിപ്പിക്കണമെങ്കിൽ ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ മാറ്റി വെച്ച് നമുക്ക് അത് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വ്യൂവിലാണ് സ്പീക്കറിനെ മാത്രം കണ്ടാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പിൻ ചെയ്യാൻ പറ്റും. അല്ല ഒരു ഇമേഴ്സീവ് വ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിങ്ങ് ചൂസ് ചെയ്യാൻ പറ്റും. ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് കാണാനുള്ള ഓപ്ഷൻസും ഉണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഫുൾ സ്ക്രീൻ ഇടണമെങ്കിൽ ഫുൾ സ്ക്രീൻ ഇടാം. അങ്ങനെ നമ്മളുടെ സ്ക്രീനിനെ ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് നമുക്ക് ഒരു വ്യത്യസ്ത രീതിയിൽ കാണാനുള്ള ഒരു ഓപ്ഷനാണ് വ്യൂ എന്നുള്ളത്. അത് പലതരത്തിലുണ്ട്. സ്പീക്കറിനെ മാത്രം കാണണമെങ്കിൽ സ്പീക്കർ വ്യൂ ആണ്. കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാണണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കണം. ഇമേഴ്സീവ് വ്യൂ ആണെങ്കിൽ അത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് അതിനകത്ത് വരും. ആ തരത്തിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ നന്നായിട്ട് സൂമിനെ മാനേജ് ചെയ്ത് സൂമിൻ്റെ സാധ്യതകൾ ഏറ്റവും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ ചിലർ ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു ടീച്ചറാണ്. ചിലരങ്ങ് ലീവ് ചെയ്തിട്ട് പോകും. പിന്നെ അവിടെ വലിയ അടിയും വഴക്കും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ നടക്കും. അതുകൊണ്ട് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് എൻഡ് മീറ്റിംഗ് ഫോർ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മീറ്റിംഗ് എൻഡ് ചെയ്തിട്ടേ പോകാവൂ. അല്ലെങ്കിൽ ആ മീറ്റിംഗ് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, ലീവ് ചെയ്യാതെ എൻഡ് ചെയ്യുക. ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് സൂം ക്ലാസ് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
ടീച്ചേഴ്സ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സഹ അധ്യാപകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ഇടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട് അങ്ങനെയെങ്കിൽ ഒരു നല്ല അധ്യയന വർഷം ഞാൻ ആശംസിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ. നന്നായിട്ട് ക്ലാസ് എടുക്കുവാൻ ടീച്ചേഴ്സിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.